ദേവുവിൻ്റെ മുറച്ചെറുക്കനെയും അമ്മാവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു റോണിയും റോയ്സിനും കൂടി. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും നടന്ന സംഭവത്തിൻ്റെ ഷോക്കിൽ നിന്ന് ദേവുവിന് തിരിച്ചു വരാനേ ആയില്ല. അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാം. അമ്മച്ചി സ്വന്തം മോളെ എന്ന പോലെ അവളെ ചേർത്ത് പിടിക്കുന്നുമുണ്ട്. റോയ്ച്ചനാണെങ്കിൽ ഇടയ്ക്ക് അവളെ തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ നോക്കുന്നില്ല. മനസ്സിൽ ഒരു ചെറിയൊരു കുറ്റബോധമുണ്ട് റോയ്ച്ചന്. അവളോട് ചോദിക്കാതെയല്ലേ താലി കെട്ടിയത്. അത് എത്രയൊക്കെ ന്യായീകരിച്ചാലും ശരിയല്ല എന്ന് അവനറിയാം. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത് വെറും തോന്നൽ മാത്രമായി മാറിയാലോ എന്നൊക്കെയുള്ള ആലോചനയായിരുന്നു റോയ്ച്ചൻ്റെ മനസ്സിൽ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ദേവുവിൻ്റെ. അപ്പോഴത്തെ അവസ്ഥയിൽ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അത് എന്തിൻ്റെ പേരിലാണ് കിട്ടിയതെന്ന് അവൾക്കറിയില്ല. അവളോട് ശരിക്കും സ്നേഹമുണ്ടായിട്ടോ അതോ വെറും സഹതാപത്തിൻ്റെ പുറത്താണോ? ഇനി ആ താലി തനിക്ക് സ്ഥിരമാണോ അതോ താൽക്കാലികമാണോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അവളുടെയും മനസ്സിൽ. റോയ്സൻ ദേവുവിനെ കാണാൻ അവളുടെ റൂമിലേക്ക് എത്തി. അവളുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കെട്ടിയ താലിയാണെങ്കിലും ആ താലി അവൾ സ്നേഹിച്ച ഒരാളുടേതാ. തനിക്ക് ആ താലി അണിയാനുള്ള അർഹതയില്ലെങ്കിലും അത് അവൾക്കും പ്രിയപ്പെട്ടതാണ് എന്ന് അവൾക്കറിയാം. ഈ താലി ആ സിറ്റുവേഷൻ കൊണ്ട് കെട്ടിയതാണ്, ഇത് അഴിച്ചു കളഞ്ഞോ എന്നൊക്കെ റോയ്ച്ചൻ പറയുമോ എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. ദേവുവിൻ്റെ ബെഡിൻ്റെ അരികിൽ ഒരു ചെയറിട്ടിരുന്നു റോയ്ച്ചൻ. ദേവുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട്, എടോ, ഇപ്പം തനിക്ക് എങ്ങനെയുണ്ട്? താൻ ഓക്കെ ആണോ എന്ന് ദേവുവിനോട് ചോദിച്ചു. അവൾക്ക് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം ഉള്ളിലെ ഭയം ഓരോ നിമിഷവും കൂടുകയായിരുന്നു. തന്നെ താലി കെട്ടിയ ആൾ തന്നെ ആ താലിയെ തള്ളിപ്പറയോ എന്നാലോചിച്ചുള്ള ഭയം. ദേവു ഒന്നും മിണ്ടാതിരുന്നപ്പോൾ റോയ്ച്ചൻ്റെ മനസ്സിലും ഒരു നോവ് പടർന്നു. എടോ, തനിക്ക് എന്നോട് ദേഷ്യമാണോ? തന്നോട് ചോദിക്കാതെയാ ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. എനിക്കറിയാടോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കല്യാണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അവളെ ഇഷ്ടമില്ലാണ്ട് ഒരാളെ കല്യാണം കഴിച്ചാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ഞാൻ തന്നോട് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ തനിക്ക് അറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തന്നെ ജീവനാടോ. ഇത് ഇന്നൊന്നും തോന്നിയതല്ല. താനന്ന് ഓഫീസിൽ വന്നില്ലേ, അന്ന് തൊട്ട് തോന്നിയതാ ഈ ഇഷ്ടം. ഓരോ ദിവസം കൂടുന്തോറും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല. തന്നോടുള്ള പ്രണയം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവന്നു. ഇന്നൊരുത്തൻ തൻ്റെ മേൽ എൻ്റെ അവകാശം ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ അങ്ങനെ ചെയ്തേ. റോയ്ച്ചൻ പറഞ്ഞു തീർന്നതും ദേവുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. പക്ഷേ ഇത് സങ്കടത്തിൻ്റെ അല്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീരാ. സ്നേഹിച്ച വ്യക്തി തന്നെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്. ഇന്ന് അയാൾ തൻ്റെ ഭർത്താവുമായിരിക്കുന്നു. മനസ്സിൽ ഒരു മഴ പെയ്തു തോറുന്ന ഒരനുഭൂതി. അവൾ റോയ്ച്ചനെ നോക്കി ചിരിച്ചു. അവളുടെ ആ ചിരിയിൽ അവൻ്റെ ഉള്ളിൽ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റ് വീശി. പിറ്റേന്നായപ്പോഴേക്കും ദേവു ഉഷാറായി. അവളുടെ തളർച്ചയൊക്കെ ഇന്നലത്തെ പ്രപ്പോസൽ സീനിൽ കഴിഞ്ഞപ്പോഴേക്കും പമ്പ കടന്നു. അവൾ എന്നത്തെയും പോലെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കി അമ്മച്ചിയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങി. അവൾ പതിവിലും സന്തോഷത്തിലാണ്. അത് അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചിക്കും സന്തോഷമായി അവളുടെ മുഖത്തെ പ്രസരിപ്പ് കണ്ടപ്പോൾ. വൈകിട്ട് എന്നത്തെയും പോലെ ദേവു അമ്മച്ചിയുടെ കൂടെ കിടക്കാൻ തുടങ്ങുകയായിരുന്നു. ഹലോ കൊച്ചേ, നീ എങ്ങോട്ടാ കിടക്കാൻ? എന്തേ അമ്മച്ചി? അമ്മച്ചിക്ക് എന്തെങ്കിലും വേണോ? ദേവു ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, നീ എൻ്റെ അടുത്ത് കിടക്കണ്ട, നീ പോയി നിന്റെ കെട്ടുവിൻ്റെ അടുത്ത് കിടക്ക്, അമ്മച്ചി അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് എന്തോ പോലെയായി. അമ്മച്ചി, അത് ഞാനെങ്ങനെയാ സേർഡ് റൂമിൽ? ദേവു ചോദിച്ചു. ആഹാ, അത് നല്ല കാര്യമായി. നിന്റെ കെട്ടിയോൻ്റെ റൂമിലേക്കല്ലേ, നീ ഒന്ന് പോയേ കൊച്ചേ എന്ന് പറഞ്ഞ് അമ്മച്ചി അവളെ റോയ്ച്ചൻ്റെ റൂമിലേക്ക് വിട്ടു. പോകുന്നതിനിടയിൽ അമ്മച്ചി ദേവുവിനോട് പറഞ്ഞു, മോളെ, അതെ, എനിക്ക് അടുത്ത് തന്നെ ഒരു പേരക്കൊച്ചിനെ തന്നേക്കണേ എന്ന്. അതും കൂടെ കേട്ടപ്പോൾ ദേവുവിനാകെ ഒരു ചമ്മലായി. ഇവരുടെ ഈ സംസാരങ്ങളൊക്കെ മുകളിൽ നിന്ന് നമ്മുടെ റോയ്ച്ചൻ കേൾക്കുന്നുണ്ടായിരുന്നു. ദേവു റൂമിലേക്ക് വരുന്നത് കണ്ടതും അവൻ ഓടിപ്പോയി അവൻ്റെ റൂമിലിരുന്നു. ദേവു റൂമിൻ്റെ വാതിൽ നിന്ന് വിളിച്ചു, സർ എന്ന്. അവൻ ചെറിയൊരു ഗൗരവത്തിൽ ചിരി മനസ്സിലൊതുക്കി അവളോട് ചോദിച്ചു, എന്താ എന്ന്. അപ്പോൾ അവൾ ഒരു ചമ്മലോടെ അവനോട് പറഞ്ഞു, അത് പിന്നെ? ഏതു പിന്നെ? അമ്മച്ചി എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞു. അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞേ? പിന്നെ എന്തൊക്കെ അമ്മച്ചി പറഞ്ഞു? പിന്നൊന്നും പറഞ്ഞില്ല സർ. പറഞ്ഞില്ലേ? ഇല്ല.
അല്ല, ഒരു പേരക്കുട്ടി തരുന്ന കാര്യം അമ്മച്ചി തന്നോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ, റോയിച്ചൻ ദേവുവിനോട് ചോദിച്ചു. ദേവുവിന് ആകെ ഒരു ചമ്മലായി. അവൾ വാതിലിൻ്റെ അവിടെ തന്നെ നിന്നു. റോയിച്ചൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വാടോ എന്ന് പറഞ്ഞു. ദേവു അവൻ്റെ ബെഡിൻ്റെ സൈഡിൽ കയറി കിടന്നു. അവളുടെ ഹൃദയം നല്ലോണം ഇടിക്കുന്നുണ്ടായിരുന്നു. റോയിച്ചൻ ചിരിച്ചു അവളുടെ ആ കിടപ്പ് കണ്ടിട്ട്. റോയിച്ചൻ മറ്റേ സൈഡിൽ കിടന്നു. എടോ, എനിക്ക് മാരക രോഗമൊന്നുമില്ല, താനെ ഇങ്ങോട്ട് നീങ്ങിക്കിടന്നേ എന്ന് റോയിച്ചൻ ദേവുവിനോട് പറഞ്ഞു. അവള് അത് കേൾക്കാതെ പോലെ കിടന്നു. അവൾ ഉറക്കം നടക്കുക എന്ന് റോയിച്ചന് മനസ്സിലായതും അവളെ കൈകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പിടിച്ചു കിടത്തി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു നീക്കം. എന്താടോ, താനൊന്ന് കൂളാവടോ, ഒന്നില്ലെങ്കിലും ഞാൻ തന്നെ കെട്ടിയോനല്ലേ, അവൻ പറഞ്ഞു. അത് കേട്ടതും ദേവു ഒന്ന് ചിരിച്ചു. ഹാവൂ, സമാധാനായി. ഇനിയെങ്കിലും ഒന്ന് പറയടോ, തനിക്കെന്നെ ഇഷ്ടമല്ലേ, ദേവുവിനോട് റോയിച്ചൻ ചോദിച്ചു. ദേവു ഒന്നും മിണ്ടിയില്ല. അപ്പോഴും ദേവു മിണ്ടാതിരുന്നപ്പോൾ അവനാകെ സങ്കടമായി. റോയിച്ചൻ അവളെ വിട്ടുമാറി കിടന്നു. അവൻ അങ്ങനെ കിടന്നതും ദേവുവിനും എന്തോ പോലെയായി. അവൾ അവളുടെ കൈ കൊണ്ട് അവനെ ഇറുക്കി പുണർന്നു. ദേവു അങ്ങനെ ചെയ്യുമെന്ന് അവന് കരുതിയില്ല. അവൻ തിരിഞ്ഞ് അവളെയും തിരിച്ചു പുണർന്നു. ഇനിയെങ്കിലും പറയടി, എന്നെ ഇഷ്ടമല്ലേ നിനക്ക്, അവൾ പറഞ്ഞു. എനിക്ക് ജീവനാ സാറിനെ എന്ന്. ഞാൻ സാറിനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ എൻ്റെ ചെകുത്താൻ വക്കീല് എന്ന് ദേവു പറഞ്ഞത് കേട്ടതും റോയിച്ചൻ അവളുടെ നെറ്റിയിൽ സന്തോഷത്താൽ ഒന്ന് ചുംബിച്ചു. ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താടോ, എന്തിനാ താൻ കരയുന്നേ? സന്തോഷം കൊണ്ടാ സർ. സാറോ? സാറല്ല, ഇച്ചായൻ. ഇനി ഇച്ചായെന്ന് വിളിച്ചാൽ മതി എൻ്റെ കെട്ടിയോള്. റോയിച്ചൻ പറഞ്ഞത് കേട്ടതും ദേവു ഒന്ന് ചിരിച്ചു. ഇച്ചായോ? എന്തോ, എനിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിത്തരൂ അന്നത്തെ പോലെ? ദേവു ചോദിച്ചതും ഒന്നും കൂടി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റോയിച്ചൻ പാടാൻ തുടങ്ങി. ഞാനുറങ്ങിയില്ലല്ലോ, നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെയുണ്ടല്ലോ.